സ്വയം ചികിത്സകരാകാൻ വേണ്ടി ഈ കോഴ്സ് പഠിക്കരുത്. നിങ്ങൾ ചികിത്സ പഠിപ്പിക്കാൻ വേണ്ടിയും ഈ കോഴ്സ് പഠിക്കരുത്. ചികിത്സ പഠിച്ചവർക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ഈ കോഴ്സ് ഉപകരിക്കും, വളരെയധികം ഉപകരിക്കും. പെട്ടെന്ന് ഒരാൾ ഒരു പ്രശ്നം പറഞ്ഞ് വിളിച്ചാൽ അയാൾക്ക് ഇത് വെച്ചു കൊടുത്താൽ, ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പൊ തന്നെ ഇത് വെച്ചു കൊടുത്താൽ എഫക്ട് ചെയ്യും. അല്ലാതെ ഈ ഒരു കോഴ്സിനെ ചികിത്സകൻ എന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ ആരും എടുക്കരുത്. കാരണം ഇതൊരു നല്ല സാധനമാണ്. ഇപ്പൊ നടുവേദന വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്ന സാധനം കൊടുത്താൽ നടുവേദന മാറും. പക്ഷേ നടുവേദനയുടെ കാരണം ഒരിക്കലും മാറണമെന്നില്ല. നടുവേദനയുടെ കാരണം ചിലപ്പോൾ ലിവറിലായിരിക്കും കിടക്കുന്നത്. ലിവറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരാം, കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരാം. കിഡ്നിയിൽ കല്ലാവാം, സിസ്റ്റ് ആവാം, വേറെന്തോ ആവാം. കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിലും സിസ്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ ബാക്ക് പെയിൻ വരാം. എന്താ പറയാ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയും പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ ഓക്കെയാണ്. ഓക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയും പ്രശ്നം ഉണ്ടെങ്കിലും നട്ടലിന്റെ പ്രശ്നം വരാം. ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരാം. അപ്പോൾ ഈ ബാക്ക് പെയിൻ എന്നുള്ളത് സത്യത്തിൽ സിംറ്റമാണ്, ഒരിക്കലും രോഗമാവണമെന്നില്ല. ഇപ്പൊ ഡിസ്ക് തെറ്റി, ഡിസ്ക് അകന്നു, കൊളാപ്സ് ആണ്, ഇതൊക്കെ പറഞ്ഞാലും ഇതിന്റെ ബാക്കിൽ ഇതെല്ലാം വരാനൊരു കാരണമുണ്ട്. കാരണത്തിന് ചികിത്സിക്കാത്തടത്തോളം കാലം അത് പൂർണ്ണമായിട്ട് മാറില്ല. ഇപ്പൊ ഡിസ്ക് തെറ്റിയെന്ന് പറഞ്ഞാലും ആ ഡിസ്ക് തെറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അവരുടെ എനർജിയിൽ എവിടെയെങ്കിലും ഒരു ഇൻബാലൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ലീഫ് വെച്ചാലും ഡിസ്ക് തെറ്റിയത് ശരിയാവും. പക്ഷെ തെറ്റാനുള്ള കാരണം അവിടെ കിടക്കും. അപ്പൊ അതിന് യഥാർത്ഥ ചികിത്സകരിലേക്ക് നിങ്ങൾ വിടണം. നിങ്ങൾ ചികിത്സകരാകരുത്. ഈ ഒരു ചികിത്സാ സംവിധാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരുന്ന് കൊണ്ട് മാത്രമേ മാറൂ, മരുന്നില്ലാതെ മാറില്ല. എന്ത് വിഷയം വന്നാലും മാരകമായ കെമിക്കലുകളുള്ള മരുന്നുകൾ കുടിച്ച് ശരീരത്തെ ഇല്ലാതാക്കുന്ന മരുന്നുകൾ കുടിച്ച് കിഡ്നിയും ലിവറും ഒക്കെ പോകുന്ന സമൂഹത്തിലേക്ക് ഇതൊന്നും കുടിക്കാതിരിക്കാനുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മൾ ഇതിനെ കാണുക. അതേപോലെ തന്നെ ചികിത്സകർക്ക് അവരുടെ ചികിത്സാ മേഖലയിൽ ഇപ്പൊ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ചെയ്യുന്നവർ ഒരാഴ്ച ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച വരാനാ പറയാം. അതിന്റെ ഇടയിലെങ്ങാനും അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥകളോ ബുദ്ധിമുട്ടുകളോ വന്നാല് രോഗി കഷ്ടപ്പെട്ട് അവരെന്താക്കരുത്, വേറൊരു ചികിത്സകളിലേക്ക് പോകരുത്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോകാതിരിക്കാൻ ഈ ചികിത്സ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ഓല കട്ട് ചെയ്ത് ഇന്ന സ്പോട്ടിൽ വെച്ചാൽ മതി, BP കുറഞ്ഞോളും അല്ലെങ്കിൽ തലവേദന കുറഞ്ഞോളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു കോഴ്സ്. അപ്പോ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾ എല്ലാ രോഗവും മാറ്റാം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. ഇപ്പൊ 2 മുട്ടുവേദനയെന്നാണ് ഞാൻ പോയത്. ഒരു മുട്ടുവേദന തൽക്കാലത്തേക്ക് ചിലപ്പോൾ എന്തോ ചെറിയ ട്വിസ്റ്റ് ഒക്കെ വന്നപ്പോൾ ഉണ്ടായ മുട്ടുവേദനയുണ്ട്. അത് വച്ചപ്പോ തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ റിസൾട്ട് ഉണ്ട്, മുട്ടുവേദനക്ക് റിസൾട്ട് ഉണ്ട്. ഇനി മുട്ടുവേദനക്ക് മാറിയില്ല, അത് ചിലപ്പോൾ ഹാർട്ട് ഡിസീസ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ മറ്റു എർത്ത് എലമെന്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അത് പഞ്ചഭൂതത്തിലെ ഏതെങ്കിലും എലമെന്റിന് ഉണ്ടാവുന്ന ഇംബാലൻസ് കൊണ്ട് വന്ന രോഗമാണെങ്കിൽ ആ എലമെന്റിനെ ബാലൻസ് ചെയ്താലേ അത് പൂർണ്ണമായും രോഗശമനം വരുള്ളൂ.